മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാക്കുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ കറാഗ് ഐലാൻഡ് ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ ബോംബാക്രമണം പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉയരുന്നു. ലോക എണ്ണ വിപണിയെയും ആഗോള രാഷ്ട്രീയത്തെയും ബാധിക്കാവുന്ന പുതിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗാർക്ക് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങളെയാണ് അമേരിക്ക സൈന്യം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ വാദപ്രകാരം ദ്വീപിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഇറാന്റെ പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങളും കയറ്റുമതി സംവിധാനങ്ങളും നേരിട്ട് ആക്രമിച്ചിട്ടില്ലെന്നാണ് സൂചന. ലോക എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരം സൗകര്യങ്ങളെ ഒഴിവാക്കിയതെന്നാണ് വിലയിരുത്തൽ. ഗാർക്ക് ദ്വീപ് ഇറാന്റെ എണ്ണ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയ കേന്ദ്രമാണ്. രാജ്യത്തിന്റെ ഭൂരിഭാഗം ക്രൂഡ് ഓയിൽ കയറ്റുമതിയും ഈ ദ്വീപിലൂടെയാണ് നടക്കുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ഈ ആക്രമണത്തിന് ശക്തമായ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സംഖ്യരാജ്യങ്ങളുടെ എണ്ണ സൗകര്യങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ ഗുരുതരമായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗമായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി എണ്ണ ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഘർഷാവസ്ഥ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ ബാധിക്കാമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വ്യാപിച്ചാൽ ലോകം പുതിയൊരു എണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഉയരുന്നു.